Dear students, I am Rashid. Welcome back to RD Life. കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായി സെൻസേഷൻസ് ആൻഡ് റെസ്പോൺസസ് എന്ന ചാപ്റ്ററിലെ ഏതാനും കുറച്ച് കാര്യങ്ങൾ നാം മനസ്സിലാക്കി. എന്താണ് നെർവസ് സിസ്റ്റം? അതിലേറ്റവും പ്രധാനപ്പെട്ടത് അതാണ്. എന്താണ് നെർവസ് സിസ്റ്റം? നെർവസ് സിസ്റ്റത്തിൻ്റെ ബേസിക് യൂണിറ്റായ ന്യൂറോണിൻ്റെ സ്ട്രക്ചറും എങ്ങനെയാണ് ന്യൂറോൺസ് പ്രവർത്തിക്കുന്നത്, ഹൗ ദ ഇമ്പൾസസ് ആർ ട്രാൻസ്മിറ്റഡ് ത്രൂ സിനാപ്സ് എല്ലാം നമ്മൾ മനസ്സിലാക്കിയതാണ്. According to external and internal stimuli, the nervous system control and coordinates body activities. ഇത് നാം കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. എക്സ്റ്റേണൽ ആൻഡ് ഇൻറ്റേർണൽ സ്റ്റിമുലൈക്ക് അനുസരിച്ച് നമ്മുടെ നെർവസ് സിസ്റ്റം ബോഡി ആക്ടിവിറ്റീസിനെ കൺട്രോൾ ചെയ്യുന്നുണ്ട്, കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട്. ഇതിനെ എന്തൊക്കെ കാര്യങ്ങളാണ് സഹായിക്കുന്നത്, ഹൗ നെർവ്സ് ആർ വർക്കിംഗ്, എന്താണ് സിനാപ്സ് എന്നുള്ള കാര്യങ്ങളെല്ലാം നാം കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് നാഡീവ്യവസ്ഥയിൽ ഈ പ്രവർത്തനങ്ങളെയെല്ലാം നിയന്ത്രിക്കാൻ എന്തെല്ലാം കാര്യങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ട്, എന്താണ് നാഡീവ്യവസ്ഥയുടെ സ്ട്രക്ചർ എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കിയെടുക്കാം. നമ്മുടെ നെർവസ് സിസ്റ്റത്തിൽ 2 ഭാഗങ്ങളാണുള്ളത്. ഒന്ന് സെൻട്രൽ നെർവസ് സിസ്റ്റം, മറ്റൊന്ന് പെരിഫറൽ നെർവസ് സിസ്റ്റം. സെൻട്രൽ നെർവസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ അതിനകത്തുള്ളത് ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ്. ബ്രെയിനിൽ നിന്നും സ്പൈനൽ കോഡിൽ നിന്നും നമ്മുടെ ബോഡി പാർട്സിലേക്ക്, ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും വ്യാപിച്ച് കിടക്കുന്ന മൊത്തം നെർവ്സുകളെ വിളിക്കുന്ന പേരാണ് പെരിഫറൽ നെർവസ് സിസ്റ്റം. പെരിഫറൽ നെർവസ് സിസ്റ്റത്തിൽ 12 പെയർ ഓഫ് ക്രാനിയൽ നെർവ്സും 31 പെയർ ഓഫ് സ്പൈനൽ നെർവ്സും ആണുള്ളത്. എന്ന് പറഞ്ഞാൽ 12 ജോഡി ക്രാനിയൽ നെർവ്സ്, അത് ബ്രെയിന് നമ്മുടെ ബോഡി പാർട്സുമായി ബന്ധപ്പെടുന്ന മൊത്തം നെർവ്സാണ് ക്രാനിയൽ നെർവ്സ്. സ്പൈനൽ നെർവ്സ് എന്ന് പറഞ്ഞാൽ സ്പൈനൽ കോഡ് നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന 31 ജോഡി നെർവ്സ്, അതാണ് സ്പൈനൽ നെർവ്സ്. ഈ 2 നെർവ്സാണ്, 2 കൂട്ടം നെർവ്സാണ് ക്രാനിയൽ നെർവ്സും സ്പൈനൽ നെർവ്സും. എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിലുള്ള മൊത്തം നെർവ്സ്. ഇതാണ് പെരിഫറൽ നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത്. സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണല്ലോ ബ്രെയിൻ വരക്കുന്നത് കൂട്ടുകാർ ശ്രദ്ധിച്ചല്ലോ. ഇനി നമുക്ക് ഹൗ ബ്രെയിൻ ഈസ് പ്രൊട്ടക്റ്റഡ്, ബ്രെയിൻ എങ്ങനെയെല്ലാമാണ് സംരക്ഷിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് നമുക്കൊന്ന് നോക്കാം. ദ ബ്രെയിൻ ഈസ് പ്രൊട്ടക്റ്റഡ് ഇൻസൈഡ് ദ സ്കൾ, തലയോട്ടിക്കകത്താണ് നമ്മുടെ തലച്ചോറ് സംരക്ഷിക്കപ്പെട്ടിട്ടുള്ളത്. ഇറ്റ് ഈസ് കവേർഡ് ബൈ ദ മെനിഞ്ചസ് എന്ന് പറഞ്ഞാൽ എ 3 ലെയർഡ് മെംബ്രെയിൻ, ബ്രെയിനിനെ പൊതിഞ്ഞ് കാണുന്ന 3 ലെയറായിട്ടുള്ള 3 ലെയറുള്ള ഒരു മെംബ്രെയിനാണ്. ദ സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് ഈസ് ഫില്ലഡ് വിത്തിൻ ദ ഇന്നർ മെംബ്രെയിൻസ് ഓഫ് മെനിഞ്ചസിൻ്റെ ഉള്ളിൽ സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് എന്ന് പറയുന്ന ഒരു ഫ്ലൂയിഡ് ഉണ്ട്, ഒരു ദ്രാവകം കാണുന്നുണ്ട്. ആൻഡ് ദ വെൻട്രിക്കിൾസ് ഓഫ് ദ ബ്രെയിനിൻ്റെ ഉള്ളിലുള്ള അറകളിലും കാണുന്നുണ്ട്. ഇനി നമുക്ക് സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. The cerebrospinal fluid formed from the blood and is reabsorbed into the blood. ഇത് ബ്ലഡിൽ നിന്നുണ്ടാകുന്നതാണ്, ബ്ലഡിലേക്ക് തന്നെ
റീഅബ്സോർബ് ചെയ്യപ്പെടുന്നുണ്ട്. ദ ഫങ്ഷൻസ് ഓഫ് ദ സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ്. എന്തൊക്കെയാണ് സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡിൻ്റെ ഫങ്ഷൻസ്? ടു പ്രൊവൈഡ് ന്യൂട്രിയൻസ് ആൻഡ് ഓക്സിജൻ ടു ദ ടിഷ്യൂസ് ഓഫ് ദ ബ്രെയിൻ. ബ്രെയിനിലെ കലകൾക്ക് വേണ്ട ന്യൂട്രിയൻസും ഓക്സിജനും എല്ലാം നൽകുന്നു. റെഗുലേറ്റ് ദ പ്രഷർ ഇൻസൈഡ് ദ ബ്രെയിൻ. ബ്രെയിനിൻ്റെ അകത്തുള്ള പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യുന്നു. ആൻഡ് ടു പ്രൊട്ടക്ട് ദ ബ്രെയിൻ ഫ്രം ഇഞ്ചുറീസ്. പുറമേ നിന്നുള്ള അറ്റാക്കിൽ നിന്ന്, ഇഞ്ചുറീസിൽ നിന്ന് ബ്രെയിനിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. വ്യത്യസ്ത ഫങ്ഷൻസ് നിർവഹിക്കുന്ന ഒരുപാട് ഭാഗങ്ങൾ, ഒരുപാട് പാർട്സ് നമ്മുടെ ബ്രെയിനിനുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട 5 ഭാഗങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ദ ഫസ്റ്റ് വൺ ഈസ് സെറിബ്രം, ദ ലാർജസ്റ്റ് പാർട്ട് ഓഫ് ദ ബ്രെയിൻ. നമ്മുടെ ബ്രെയിനിൻ്റെ ഏറ്റവും വലിയ ഭാഗമാണ് സെറിബ്രം. ന്യൂമറസ് ഫിഷേഴ്സ് ആൻഡ് ഫോൾഡ്സ് ആർ സീൻ എന്ന് പറഞ്ഞാൽ ധാരാളം ചുളിവുകളും മടക്കുകളും കാണുന്നുണ്ട്. സെറിബ്രത്തിൻ്റെ ഉൾഭാഗം വൈറ്റ് മാറ്ററും പുറംഭാഗം ഗ്രേ മാറ്ററും ആണ്. അതിൻ്റെ ഫങ്ഷൻസ് പറയുമ്പോൾ ദ സെൻറ്റർ ഓഫ് തോട്ട്, ഇൻ്റലിജൻസ്, മെമ്മറി ആൻഡ് ഇമാജിനേഷൻ. നമ്മുടെ ചിന്തയുടെ, നമ്മുടെ ബുദ്ധിയുടെ, നമ്മുടെ ഓർമ്മയുടെ, നമ്മുടെ ഭാവനയുടെയൊക്കെ കേന്ദ്രമാണ് സെറിബ്രം. ഇവോക്ക് സെൻസേഷൻസ്. സെൻസ് ഓർഗൻസിലൂടെയുള്ള നമ്മുടെ അറിവുകൾ നമുക്ക് ഉണ്ടാക്കി തരുന്നത് നമ്മുടെ സെറിബ്രമാണ്, ബ്രെയിനിൻ്റെ ഭാഗമായ സെറിബ്രമാണ്. കൺട്രോൾസ് വോളണ്ടറി മൂവ്മെൻറ്റ്സ്, ഐച്ഛിക ചലനങ്ങൾ എന്ന് മലയാളത്തിൽ പറയും. വോളണ്ടറി മൂവ്മെൻറ്റ്സ്, നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന മൂവ്മെൻറ്റ്സ്, അതിനെ നിയന്ത്രിക്കുന്നത് നമ്മുടെ കൈയിൻ്റെ ചലനം, കാലിൻ്റെ ചലനം, അതിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്നത് സെറിബ്രമാണ്. ബ്രെയിനിൻ്റെ രണ്ടാമത്തെ വലിയ ഭാഗമാണ് സെറിബെല്ലം. സീൻ ബിഹൈൻഡ് ദ സെറിബ്രം ആസ് 2 ഫ്ലാപ്പ്. 2 ദളങ്ങളായിട്ടാണ് കാണുന്നത്. ഫിഷേഴ്സ് ആൻഡ് ഗ്രൂവ്സ് ആർ പ്രസൻറ്റ്. ചുളിവുകളും ചാലുകളും കാണുന്നുണ്ട്. കോർഡിനേറ്റ്സ് മസ്കുലർ ആക്ടിവിറ്റീസ് ആൻഡ് മെയിൻറ്റെയിൻ ഇക്വിലിബ്രിയം ഓഫ് ദ ബോഡി. എന്നുവെച്ചാൽ മസിലുകളുടെ പ്രവർത്തനത്തെ ഏകോപിപ്പിച്ചുകൊണ്ട്, കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ ശരീരത്തിൻ്റെ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ബ്രെയിൻ പാർട്ടാണ് സെറിബെല്ലം. സെറിബ്രത്തിന് താഴെ കാണുന്ന ചെറിയൊരു ഭാഗമാണ് തലാമസ്. ആക്ട് ആസ് എ റിലേ സ്റ്റേഷൻ, ഒരു റിലേ സ്റ്റേഷനായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഓഫ് ഇമ്പൾസസ്, ആവേഗങ്ങളുടെ. ടു ആൻഡ് ഫ്രം ദ സെറിബ്രം, സെറിബ്രത്തിൽ നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആവേഗങ്ങളുടെ ഒരു റിലേ സ്റ്റേഷൻ, ഒരു പരിശോധിക്കുന്ന കേന്ദ്രമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അനലൈസസ് ഇമ്പൾസസ് ഫ്രം വേരിയസ് പാർട്ട് ഓഫ് ദ ബോഡി ആൻഡ് സെൻസ് ദ ഇമ്പോർട്ടൻറ്റ് വൺസ് ടു ദ സെറിബ്രം. ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഈ പറയുന്ന ഇമ്പൾസുകളെ പരിശോധിച്ച് അതിലേറ്റവും പ്രധാനപ്പെട്ട ആവേഗങ്ങളെ മാത്രം, ഇമ്പൾസിനെ മാത്രം സെറിബ്രത്തിലേക്ക് പറഞ്ഞയക്കുകയാണ് തലാമസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഒരു റിലേ സ്റ്റേഷൻ എന്ന് പറയുന്നത്. തലാമസിന് തൊട്ട് താഴെയാണ് ഹൈപ്പോതലാമസ് കാണുന്നത്. പ്ലേസ് എ മേജർ റോൾ ഇൻ ദ മെയിൻ്റനൻസ് ഓഫ് ഹോമിയോസ്റ്റാസിസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിനകത്തുള്ള ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുക. ഹോമിയോസ്റ്റാസിസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിനകത്തുള്ള, ഉള്ളിലുള്ള ബാലൻസ്, ടെമ്പറേച്ചറിൻ്റെ അളവ്, വെള്ളത്തിൻ്റെ അളവ് തുടങ്ങിയ കാര്യങ്ങൾ, ഇതിനെയൊക്കെ നിയന്ത്രിക്കുന്ന, കൺട്രോൾ ചെയ്യുന്ന ഒരു ബ്രെയിൻ പാർട്ടാണ് ഹൈപ്പോതലാമസ്. മെഡുല്ല ഒബ്ലോങ്ങേറ്റ സെറിബ്രത്തിന് താഴെ സെറിബെല്ലത്തോട് ചേർന്ന് ഒരു റോഡ് ഷേപ്പിലുള്ള, ഒരു വടിയുടെ ആകൃതിയിലുള്ള ബ്രെയിൻ പാർട്ടാണ് ഈ പറയുന്ന മെഡുല്ല ഒബ്ലോങ്ങേറ്റ. കൺട്രോൾസ് ഇൻവോളണ്ടറി ആക്ഷൻസ്. ഇൻവോളണ്ടറി ആക്ഷൻസിനെയാണ് ഇത് നിയന്ത്രിക്കുന്നത്. ലൈക്ക് ഹാർട്ട് ബീറ്റ്, ബ്രീത്തിങ്, വോമിറ്റിംഗ്, ഇത്തരത്തിലുള്ള നമ്മുടെ നിയന്ത്രണങ്ങൾക്ക് അതീതമായിട്ടുള്ള ചില മൂവ്മെൻറ്റ്സ് ഉണ്ടല്ലോ, ഇതൊക്കെയാണ് ഇൻവോളണ്ടറി മൂവ്മെൻറ്റ്സ്. ഇതിനെ നിയന്ത്രിക്കുന്ന ബ്രെയിൻ പാർട്ടാണ് മെഡുല്ല ഒബ്ലോങ്ങേറ്റ. ഇത്രയും ഫങ്ഷൻസ് നിർവഹിക്കുന്ന, ഒരുപാട് കാര്യങ്ങളെ കൺട്രോൾ ചെയ്യുന്ന ഒരു ബോഡി പാർട്ടാണല്ലോ, നമ്മുടെ ശരീരത്തിൻ്റെ ഒരു ഭാഗമാണല്ലോ ബ്രെയിൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ബ്രെയിനിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമാണ്. ഇറ്റ് ഈസ് നെസസറി ഓഫ് വിയറിംഗ് ഹെൽമെറ്റ്സ് വൈൽ റൈഡിംഗ് 2 വീലേഴ്സ്. ഇരുചക്ര വാഹനങ്ങൾ ഓടിക്കുന്ന സമയത്ത് ഹെൽമെറ്റ് ധരിക്കേണ്ടതിൻ്റെ ആവശ്യകത ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. ഇത്രയും ഭാഗം ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ ആവർത്തിച്ച് വായിക്കുക. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. മനസ്സിലാകാത്ത കാര്യങ്ങൾ ചോദിക്കാൻ മറക്കരുത്. ഓക്കെ, ബൈ ബൈ, സീ യു.